ഉറവപ്പാറ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. നാളെയാണ് പൂയന്തൊഴിയിൽ. അപ്പം ഇന്ന് വൈകിട്ടാണ് ശരിക്കും ഞങ്ങൾ പാറയിൽ കയറണം കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഈ പാറ അമ്പലത്തിൽ അത് വലിയൊരു ഓർമ്മയാണ് ഞങ്ങൾക്ക് പാറ അമ്പലത്തിൽ ഉത്സവം എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ പാറ അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് കാവടി ഘോഷയാത്ര പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവിടുന്ന് കാവടി വരാൻ തുടങ്ങി. വീടുകളിലൊക്കെ നിലവിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ, നല്ലപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ പാറയിലോട്ട് ചെന്നില്ല, താഴേന്ന് കയറി തുടങ്ങി. ചെടി ചെല്ലുമ്പോഴാണ് പാറ തുടങ്ങുന്നത്. ആൾക്കാരൊക്കെ ഉണ്ടോ, വെയിലൊക്കെ ആകുന്നതിന് മുന്നേ തൊഴുതിറങ്ങി തുടങ്ങി. മുടി ചുവനുവക്കടയൊക്കെ ഉണ്ടോ. ഇത് വൈകിട്ടൊക്കെ വരുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. നല്ല ഉത്സവമൊക്കെ തുടങ്ങി. ഒരു ഉഴുന്നാട് ശർക്കര വരട്ടി കപ്പ വറുത്തതൊക്കെ തിന്നില്ലെങ്കിൽ ഒരു ഇതില്ല. നല്ല സരസ്വതി ദേവിയും ഒരു കൃഷ്ണൻ ഇരിക്കുന്നുണ്ടോ, അടിപൊളി. സൗന്ദര്യം നോക്കിയേ. ഭരണികളൊക്കെ ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അന്ന് ഈ കളറല്ലായിരുന്നു. ചട്ടിങ്കലോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. ഈ വസ്തുക്കൾ ഞങ്ങളുടെയൊക്കെ കൊച്ചിലത്തെ നാടോടി നൃത്തമായിരുന്നു. കൈ നോക്കണം അമ്മ, ഫലം പറയണം അമ്മ, അത് പലതുണ്ടമ്മ, അത് പറയാമോ. കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നേ. കമ്മല്, മാല, കത്തികൾ പലതരം, ചട്ടികൾ എൻ്റെ മുറമൊക്കെ 3 100 രൂപ, 5 ചെടിച്ചട്ടി 100 രൂപ. മുറം എന്ത് ചെയ്യാം, കുറച്ച് മുറമൊക്കെ മേടിക്കണം. വീടൊക്കെ മാറുമ്പോഴത്തേനും അത്യാവശ്യം. അയ്യോ അമ്മാമ്മച്ചി എവിടെയാണോ ഇല്ലയോ. അപ്പോൾ അതേ എൻ്റെ പാറ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും കേട്ടോ. ഇവിടുന്നാണ് പാറ കയറുന്നത്. വേണ്ട ദൃശ്യിക്കണേ. അങ്ങനെ ഞങ്ങൾ പാറ കയറി പോകുമ്പോൾ ഞാൻ കൈപിടിയെ പിടിച്ച് കയറിപ്പോൾ അപ്പോഴത്തേനും ഒരു ചേച്ചി എന്നെ അവിടെ പിടിച്ച് നിർത്തിയ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ 10 പേര് കൂടുമ്പോൾ ഒരാളെങ്കിലും ഒന്ന് തിരിച്ചറിയാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ എപ്പോഴും നന്ദി പറയേണ്ട അനസിനോടാണ്. കാരണം അനസിൻ്റെ നമ്മുടെ ചിത്ര കുടുംബത്തിലെ റീൽസിൽ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഇത്രയും നമ്മളെ അറിയണത്. എന്താണേലും താങ്ക്സ് അനസ്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര സന്തോഷം കണ്ടതിൽ കേട്ടോ. അത്രയ്ക്ക് ഹാപ്പിയാണ് അവരുടെ മുഖഭാവമൊക്കെ. ഓംകാരമൂർത്തിയായി കുടികൊള്ളുന്ന മലയാള പഠനി ഒളമറ്റം ഉറവപ്പാറ. ചിലപ്പോൾ ഞാൻ സഞ്ജുവിനെ തൊപ്പിച്ച് ഓടി മുന്നിൽ കയറുവേ. അമ്മാമ്മച്ചി അവിടെ നിന്ന് ഇരിപ്പുണ്ട്. അമ്മാച്ചി കുറേ നേരമായി വന്നിട്ട്. അമ്മാച്ചി ഞങ്ങൾ ചെന്നിട്ട് തൊടുവെള്ളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇരിക്കാതെ ഞങ്ങൾ പതിവില്ലാതെ രാവിലെ വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വൈകിട്ടാണ് വരുന്നത്. ഇത്രയും വെയിലത്ത് കയറിയിട്ടുണ്ട്. നല്ല വെയിലായേ, പക്ഷെ നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നില്ല. ഭയങ്കര നല്ല ചുറ്റുവെള്ളമാണ് വെയിലത്ത് കയറുന്നത്. പക്ഷെ നമുക്കൊരു ചൂട് തോന്നണില്ല. ഒരു കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ ഭംഗിയല്ലേ. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. തഴേന്ന് കാണുമ്പോൾ ഉറുമ്പഴിഞ്ഞ് വരുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. എന്തോ ഭംഗി. നമ്മളോർക്കും മടുത്ത് പോകുമ്പോഴത്തേന് ഇനിയും വരില്ലെന്ന്. അങ്ങനെയല്ല, ഇനിയും നമ്മൾ വരണമെന്ന് തോന്നും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പാറ കയറി കഴിയുമ്പോഴത്തേന് അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് മുരുകനെ പാറ കയറി തൊഴണമെന്ന് തോന്നും. ദേണ്ട വന്നിരിക്കുന്നു, കണ്ടുപിടിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വഴിപാടായ ഉപ്പും കുരുമുളകൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മാമ്മച്ചി ആൾരൂപം മേടിച്ചു. എനിക്കും അമ്മാമ്മച്ചിക്ക് സജീവനും വേണ്ടി ആൾരൂപം മേടിച്ചു. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക്.
ഇനിയും വന്നിട്ടില്ലാത്തവർ എന്താണല്ലോ എത്തണം കേട്ടോ നമ്മുടെ ഈ മലയാള പളനിയിൽ തൊടുപുഴ ഒളമറ്റത്താണ്. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും കാവടി ഘോഷത്തിൽ കയറി വന്നു കേട്ടോ. കാരണം കൊച്ചു പിള്ളേരൊക്കെ കാവടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ, എന്തൊരു ഭംഗിയായിരുന്നിരിക്കില്ല ആ പാറകര. ആ കൂടെ എനിക്ക് കയറി വരണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മാമ്മച്ചി അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് താമസിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും തൊഴുതിറങ്ങിയ സമയത്താണ് കാവടി ഘോഷയാത്ര വരുന്നത്. നല്ല കുഞ്ഞു പിള്ളേരൊക്കെ എന്ത് രസമായിട്ട് അവർ ആ ചെണ്ടമേളത്തിനൊപ്പം തുള്ളി അവരൊരുപാട് ആനന്ദിച്ചാട്ടോ കയറി വരുന്നത്. എന്താ രസം. സത്യം പറഞ്ഞാൽ നല്ലപോലെ ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെള്ളം പോലും കുടിക്കാതില്ല കയറി വന്നത്. അപ്പോൾ അമ്മാമ്മച്ചി ഒത്തിരി നേരമായില്ല. അമ്മാച്ചി പറഞ്ഞു പാടി നമുക്ക് എന്തെങ്കിലും ഇച്ചിരി വെള്ളം കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കടയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നാരങ്ങ വെള്ളക്കട കണ്ടു. അവിടെ പോയി തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു. അപ്പോഴത്തേനും പ്രസാദ വീട്ടിനുള്ള ക്യൂ ആയി. അപ്പോൾ അമ്മാമ്മച്ചിയോട് സജീവനോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഞാനും കൂടി ആ ക്യൂവിൽ വന്ന് നിന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ആളുണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ ഞങ്ങൾ ആ ക്യൂവിൽ നിന്നു. അങ്ങനെ കാത്ത് ഞങ്ങൾ പ്രസാദകൂട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വൈകിട്ട് വീണ്ടും എൻ്റെ പാറയിലേക്ക്. അങ്ങനെ വീണ്ടും രാത്രിയിലും പകലൊരു ഇത് കയറി. എൻ്റെ രാത്രിയിലും അമ്പറ്റോടെ വന്നു പാറ കയറാൻ വന്നു. ഞങ്ങളുടെ കണ്ണമ്മോൻ്റെ അനിയൻ കണ്ണപ്പൻ്റെ അനിയനാണ് അത്. അവൻ ഞങ്ങളുടെ കൂടെ എവിടെ പോയാലും ഉണ്ട്. പിന്നെ എടുപ്പോ അമ്പത്തി എന്തിനു പോവാ? എന്നത്തിന് പോവാ? അമ്പത്തി അടിക്കാൻ പോവാണോ? എന്തിനാ പോന്നേ? ചന്ദനം മേടിക്കാൻ പോകണോ? ലൈറ്റ് വന്നുണ്ട്. ലൈറ്റ് വെല്ലും മേടിച്ചാൻ പോവാണോ? വെല്ലും മേടിക്കാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ ആ അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞ് ചെന്നും മുരുകൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ ആറുമുഖൻ്റെ അമ്പലത്തിൽ 6 തവണ ഞാൻ പ്രദക്ഷിണം വെക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഒറ്റ തവണ പ്രദക്ഷിണം വെച്ചിട്ട് പോയി. ഞാൻ അമ്മാച്ചിരിക്കാൻ പറയുകയും ചെയ്തു, അമ്മാച്ചി 6 തവണ പ്രദക്ഷിണം വെക്കണമെന്ന്. എന്താണോ ഇല്ലയോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആയിരിക്കും. ഞാൻ 6 തവണ പ്രദക്ഷിണം വെക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ മുരുകൻ എന്നെ നടത്തി. കാരണം 2ാമതും ഞാൻ വന്ന് പാറ കയറി. പിള്ളേരോട് പോയി തൊഴുതിട്ട് പോകുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞുണ്ണി കളിപ്പാട്ടമൊക്കെ കണ്ട് വഴക്ക് തുടങ്ങി. ഇവിടുത്തെ എക്സ്പ്രഷൻ കണ്ടോ? അച്ചാച്ചനൊക്കെ പറ, അമ്മച്ചൊക്കെ പറയാതെ അങ്ങനെ തോക്കൊക്കെ മേടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് ഓർത്തുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ അവന് വിശക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ചാച്ച പോയി കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ നല്ല ചൂടായിരുന്നു കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ലതല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. പൊന്നുണ്ണിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പയ്യെ അവിടെ ഇരുന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ രസമില്ല. നമ്മൾ ഉത്സവത്തിനൊക്കെ പോയിട്ട് ഉത്സവപ്പറമ്പിൽ പോയി കടലയൊക്കെ മേടിച്ചിട്ട് പോയിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുക. അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയല്ലേ. അതൊക്കെ ഉത്സവപ്പറമ്പിൽ തന്നെ വേണം. അവിടുത്തെ ലൈറ്റ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മുരുകൻ്റെ രൂപമൊക്കെ വെച്ച് എൻ്റെ മൊബൈലിലായിട്ടോ കാണാൻ പറ്റാത്തത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഇവർ വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട്, ബാലയൊക്കെ ഉണ്ട്. പരിപാടിയൊക്കെ കണ്ടിട്ട് ഉറക്കളച്ച് രാവിലെ അമ്പലത്തിൽ കയറി പൂയും തൊഴുതിട്ടാണ് കുറേ പേരൊക്കെ പോകുന്നത്. ഇപ്പോൾ ഉറവപ്പാറയിൽ നമ്മുടെ മലയാള പളനിയിൽ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇനിയും വരണം. തൊടുപുഴ ഒളമറ്റം ഉറവപ്പാറയാണ്. നമുക്ക് ഒരു ഭയങ്കര ഒരു അനുഭവമായിട്ട് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ വന്നിട്ടില്ലാത്തവർ എന്താണേലും വരണം, മറക്കരുത് കേട്ടോ. വന്നാലേ അതറിയാൻ പറ്റൂ.